ഇപ്പം നമ്മൾ ബേർഡ് സാങ്ച്വറിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ കടയിൽ കയറിയിരിക്കുകയാണ്. കടയെന്ന് പറയാൻ പറ്റില്ല, ഒരു വീടാണ്. അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല കപ്പയും മീൻകറിയും കിട്ടുമെന്ന് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ ആ കൊച്ചാപ്പു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കയറിയിട്ട് കപ്പയും മീൻകറിയും കഴിക്കാം. അതായത് നമുക്ക് നേരെ എതിർവശം കാണുന്നതാണ് ബേർഡ് സാങ്ച്വറി. അവിടെയാണ് നമ്മൾ രാവിലെ 7 മണിക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കൗണ്ടറിൻ്റെ അടുത്തുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് പോയത്. അവിടെ നിന്നാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. തൊട്ടടുത്ത് തന്നെ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ, ഒരു 100 മീറ്റർ പോലും ഇല്ല, അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കപ്പയും മീൻകറിയും കഴിക്കാം. ചെറിയ കടയാണ്. ഇതിൻ്റെ പേര് തനിമ നാടൻ ഭക്ഷണശാല. ഇതൊരു കുടുംബശ്രീ സംരംഭമാണ്, തട്ടേക്കാട്. ഇവിടുത്തെ സ്പെഷ്യൽ കപ്പയും മീൻകറിയാണ് അല്ലേ. നമ്മുടെ കപ്പയും മീൻകറി ഇപ്പോൾ വരും. ഇത് ഫാമിലി ആയിട്ടൊക്കെ വന്നാലും ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് അത്യാവശ്യം ഒരു സുരക്ഷയോട് കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കപ്പയും മീൻകറിയും ടേസ്റ്റ് നോക്കാം. ഇതാണ് നമ്മൾ പുലിമുരുകനിൽ കാണുന്ന പാലം. ഇതാണ് പൂയംകുട്ടി പാലം. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ പെർമിഷൻ ഇല്ലെന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ആ പക്ഷി സങ്കേതത്തിലെ ചേട്ടൻ പറഞ്ഞത്. ഇവിടം വരെ വരാമെന്നുള്ള രീതിയിലാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ വരെ ഉള്ളൂ എന്നാണ് തോന്നുന്നു കേട്ടോ. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ടി വരും. അനുവാദം കൂടാതെ വനത്തിനുള്ളിലും പുഴയിലും പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. വണ്ടികൾ പോകുന്നുണ്ട്, ജസ്റ്റ് പോയി നോക്കാം. നമുക്കിവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇവിടെ സ്ട്രിക്റ്റ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ് അകത്തേക്ക് കയറുന്നത്. പിന്നെ ഇന്ന് രാവിലെ ആനയും കൂടെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒട്ടും ഇറങ്ങിയിട്ടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ ഒരിക്കലും വരാൻ നോക്കാം. നമുക്ക് ജസ്റ്റ് വണ്ടിയിലിരുന്നിട്ട് നമുക്കൊരു റോഡ് ട്രിപ്പ് പോലെ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതും എത്ര ദൂരത്തോളം പോകും എങ്ങനെയാണെന്നൊന്നും അറിയില്ല.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. രണ്ട് വശത്തും ഒരുപാട് മരങ്ങളും, അതും നല്ല പടുകൂറ്റൻ മരങ്ങളാണ്. ശരിക്കും നമ്മൾ തിക്ക് ഫോറസ്റ്റിനകത്തൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പൂയംകുട്ടി പാലത്തിൻ്റെ അടുത്തുനിന്ന് നേരെ വന്നിട്ട് നമ്മളൊരു ഡെഡ് എൻഡാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇനി ഫോറസ്റ്റ് ആണ്. നമ്മളിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, ഇനി അകത്തോട്ട് തിക്ക് ഫോറസ്റ്റ് ആണ്, നമ്മുടെ വണ്ടി ഒന്നും കടത്തി വിടില്ല. നമ്മളപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് എടുക്കുകയാണ്. റിവേഴ്സ് എടുത്തിട്ട് നമ്മളിനി മാമലക്കണ്ടത്തേക്ക് പോകാൻ നോക്കാം. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇത്രയും സ്ഥലമേ കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫോറസ്റ്റിലൊക്കെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ അറിയായിരിക്കണമെങ്കിൽ അവരെയും കൂട്ടി നമുക്ക് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല വീഡിയോ ഒന്നും ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പൂയംകുട്ടി ചെന്നിട്ട് അവിടെ ഒരു ആനച്ചാല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കയറ്റി വിടുമോ നോക്കാം. കയറ്റി വിടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മാമലക്കണ്ടത്തിന് പോയി നോക്കാം. നമ്മൾ നേരത്തെ പോയ വഴി തന്നെ തിരിച്ചു വരികയാണ്. കുറച്ച് വണ്ടികളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ട് അവർ വെള്ളത്തിലൊക്കെ കുളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പം അടിയൊഴുക്കുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ആൾക്കാരൊക്കെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അടിയൊഴുക്കാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും വരുന്നവരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നമ്മൾ നേരത്തെ അങ്ങോട്ടൊക്കെ പോയ പാലമാണത്. നമ്മൾ പുലിമുരുകനിൽ കണ്ട അതേ പാലം. ഒരു വണ്ടിയെ പോള് കഷ്ടിച്ച്. പക്ഷെ വരാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ഫസ്റ്റ് ഗിയറിലിട്ടങ്ങ് കയറ്റിക്കോ. ആൾക്കാർ കുളിച്ചിട്ടൊക്കെ ഡ്രസ്സ് മാറണുണ്ടോ. നല്ലൊരു കയറ്റമാണ്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. നേരത്തെ നമുക്ക് ആ പക്ഷി സങ്കേതത്തിൻ്റെ അവിടെ നിന്ന് മാമലക്കണ്ടത്തേക്കൊക്കെ ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് ആയതിനു ശേഷം ഈ ബസ് റൂട്ടിൽ ബസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോകുമായിരുന്നു. രാവിലെ നമ്മൾ വരുമ്പോൾ വിചാരിച്ചിരുന്നത് നമുക്ക് KSRTC ബസ്സിന് പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് അതും പറ്റിയില്ല. KSRTC ബസ്സൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഒരു ബസ്സും പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, 2-3 ബസ് തന്നെ വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ബസ് റൂട്ട് ഇപ്പോൾ ഇല്ല. ബസ് റൂട്ടിൽ കൂടെ ഇപ്പോൾ ബസ് പോകുന്നില്ല. പക്ഷേ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ കാഴ്ചകളായിരിക്കും. നമുക്ക് നല്ല ബസ്സിലിരുന്ന് പോകുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ പോകുമ്പോഴോ ബൈക്കിന് പോകുമ്പോഴോ ഉണ്ടാകുന്ന പോലെയല്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് കാടൊക്കെ ആസ്വദിക്കാം. നമുക്ക് ഒരുപാട് മൃഗങ്ങളെയും ഒക്കെ കാണാം മാമലക്കണ്ടത്തിന് പോകുമ്പോൾ. അപ്പോൾ ഇനി ഒരിക്കൽ നമുക്ക് അങ്ങനെ ആ ഒരു KSRTC ബസ് യാത്രയും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇനി അവിടെ നിന്ന് ഒരു ആനച്ചാലിൽ നമുക്ക് കയറ്റി വിടുമെങ്കിൽ നമുക്ക് അവിടെ കയറാം. അല്ലെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് മാമലക്കണ്ടത്തിന് പോകാൻ ട്രൈ ചെയ്യാം. ഇവിടെ ഒരു കടത്തുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് ജസ്റ്റ് തിരിച്ചു വരിക, അത്രേ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ നമ്മൾ പോയിട്ട് തിരിച്ചു വരാം. നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരണം. അതിൻ്റെ അപ്പുറത്തോട്ട് കടത്തി വിടത്തില്ല. 2 വള്ളങ്ങൾ ചേർത്തിട്ട് പലക അടുക്കിയിട്ടാണ് ഒരു കടത്തുള്ളത്. അതിൻ്റെ അകത്ത് വണ്ടി കയറും. പിന്നെ ഇവിടെ അപ്പുറത്ത് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ കടത്തുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും പിന്നെ സർക്കാർ ജീവനക്കാർക്കും ഫ്രീ ആണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അല്ലാതെ വാഹനങ്ങൾക്കൊക്കെ ഓരോരോ റേറ്റാണ്. നമ്മളിനി തിരിച്ച് പോകുമ്പോൾ ആ റേറ്റ് നോക്കി പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ടിയൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. വേറെ ആരും ഇല്ല കേട്ടോ? എങ്ങനെ പോകാൻ ആരും ഇല്ലേ? പോകാൻ യാത്രക്കാർ കുറവ്, വണ്ടികളാണ് മൊത്തം. ആണോ? അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നത് നഷ്ടമല്ലേ? നഷ്ടമൊന്നുമില്ല, നിങ്ങൾ ആക്രിന്ന് വണ്ടി ഇങ്ങോട്ട് വരിക. ഓ ഓ, ആ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ? ഇത് ഈ പുഴ ഏതാ ചേട്ടാ? ഇത് പെരിയാർ. ഈ കുട്ടമ്പുഴ ഇതിന്റെ താഴെ. ഇതിന്റെ താഴെ ആ പുഴ ഇത് അങ്ങോട്ട് തന്നെ. ആ ഹാ ഹാ. ഈ വെള്ളം മൂന്നാറിൽ നിന്ന് തന്നെ വെള്ളം. മൂന്നാർ തൊട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ ആയിട്ട് തന്നെ ഉള്ള ഡാമിലുള്ള ഇല്ല. ഇതൊരു പഞ്ചായത്തിന്റെ ഒരു വാർഡാക്കല്. പുറത്തുനിന്നുള്ളവർ കയറ്റി വിടൂല അല്ലേ? ഇവിടെ നമുക്ക് ജസ്റ്റ് അവിടെ പോവാ, തിരിച്ചു വരിക. അപ്പം ഞങ്ങൾ കടത്ത് കണ്ടപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾക്ക് അറിയാം അങ്ങോട്ട് കടത്തി വിടില്ല എന്നറിയാം. അങ്ങോട്ട് പോയപ്പോൾ മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ 6 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. വേറെ വീടൊന്നുമില്ല. എവിടെയോ? പക്ഷെ കടത്തി വിടില്ലല്ലോ. ഈ മാമലക്കണ്ടം പോകുന്ന എങ്ങനെയാ? വേറെ സ്ഥലം. ഓക്കെ. അങ്ങോട്ട് ചെല്ലാതില്ലേ? കിലോമീറ്റർ. അപ്പം മാമലക്കണ്ടത്തിന് പോകുന്നോണ്ട് കുഴപ്പമില്ല അല്ലേ? അതാ കുട്ടമഴയിൽ നിന്ന് മുകളിലേക്ക് വെച്ച് ആരും വഴി കാണിച്ചു തരും. കാടിന്റെ ഉള്ളിൽ കൂടെ പോണം കുറച്ച് 2-3 കിലോമീറ്റർ. കുഴപ്പമില്ലല്ലോ, സേഫ് അല്ലേ? കുഴപ്പമില്ല. ഞങ്ങൾ പക്ഷി സങ്കേതത്തിന്റെ അവിടെ നിന്ന് വരികയാണ്. ഞങ്ങൾ അവിടെ കയറിയായിരുന്നു. ഈ സമയമൊക്കെ അധികം പാട്ടിരിക്കാൻ നല്ലത്. എന്താ പറ്റി? ആനശല്യം ഉണ്ട് അവിടെ. പെട്ടെന്ന് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? പരിചയമില്ലല്ലോ, ഇവിടെ ഉള്ളവർക്ക് അറിയാലോ. ഉള്ളവർ മാറി മറിഞ്ഞൊക്കെ പോരും. പണ്ട് ചുമ്മാ പത്രത്തിലിട്ട ഒരാൾ പണ്ട് പത്രത്തിലിട്ടത് കേട്ടോ. എന്ത് പത്രത്തിലിട്ടത്? ഇവിടെ വന്നിട്ട് ഈ ചെങ്ങാടം പിടിക്കുന്ന കൂടുതൽ ഒരുത്തിന്റെ ഫോട്ടോ പിടിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടേ അവൻ പിടിക്കട്ടെ ഇറങ്ങും. ആളിപ്പോഴും ചെയ്യില്ല. ഇനി ഗീറിലിടാ. ഇവിടെ ഒതുക്കും, ആ സൈഡിലേക്ക് ഒതുക്കാൻ. ഇതിൽ ഈ റോഡിൽ പോയാൽ നല്ല പക്ഷെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. സ്വന്തക്കാരുണ്ടെങ്കിൽ പോവാം. ഞാൻ വേണമെങ്കിൽ നാളെ നമ്മുടെ അളിയാൻ പറയാം, വഴി നാളെ പോവാം.
ഒരുപാട് വൈകി, ഇപ്പോൾ 5 മണിയായി, ഇപ്പോൾ ഇനി പോവുകയാണെങ്കിൽ എന്തായാലും കടത്തി വിടില്ലെന്നാണ് അവിടെ ഉള്ള നാട്ടുകാർ പറയണത്, കുട്ടമ്പുഴ ഉള്ളവർ. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടും കൂടെ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ചോല എന്ന് പറയുന്നൊരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അതായത് നിമിഷ സജയന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു മൂവി ചോല എന്ന് പറഞ്ഞിട്ട്. ആ മൂവിയുടെ ഒരു ചെറിയൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ രാവിലെ പക്ഷി സങ്കേതത്തിൽ ഒരുപാട് ടൈം നമുക്ക് പോയി. നമുക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടിറങ്ങാമായിരുന്നു. പക്ഷേ അവിടുത്തെ അത്ര ആംബിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അത് നഷ്ടമായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഭയങ്കര ഒരു മാനസിക സന്തോഷമാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ വരുമ്പോൾ. അതും ഈ കാട് പ്രകൃതിയായിട്ട് ചേർന്നുള്ള സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ഫീലാണ് മനസ്സിന്. അതുകൊണ്ടാണ് ആ സമയം പോയതിൽ അത്ര സങ്കടമില്ലാത്ത. അപ്പം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് വരണം. അത്രയും നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാതെ ഒരു 3 മണിക്കൂർ കഴിയുന്ന ഉടനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കുട്ടമ്പുഴ പോവുക, പിന്നെ മാമലക്കണ്ടം പോവുക, പൂയംകുട്ടി പോവുക. അങ്ങനെ പോയിട്ട് ഇഞ്ചത്തൊട്ടിയും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇഞ്ചത്തൊട്ടി ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നതാണ്, പക്ഷേ അത് പോകാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു ദിവസം വരുമ്പോൾ അവിടെ പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ആ ചോലയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് സൈഡിൽ ഞാൻ കാണിക്കാൻ നോക്കാം. പക്ഷെ അതിൻ്റെ ക്ലിപ്പ് കിട്ടുമോ അറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ലൊക്കേഷൻ. ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ സ്ഥലവും കൂടി കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ചോല സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.